കുടുംബ ഐക്യത്തിനായി. കുടുംബം ദൈവം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ്. സ്നേഹവും വിശ്വാസവും ത്യാഗവും ആദ്യം പഠിക്കുന്ന ദൈവത്തിൻ്റെ ചെറിയ ദേവാലയമാണ് കുടുംബം. എന്നാൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കുടുംബങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും അകലം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളും പതിവാകുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കുടുംബ ഐക്യത്തിനായി കന്യകാമറിയമോട് നാം പ്രാർത്ഥിക്കുന്നത്. കന്യകാമറിയമേ, എൻ്റെ കുടുംബത്തെ നിന്റെ മാതൃത്വ കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന പ്രാർത്ഥനാവരി നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായി മറിയയുടെ സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ അടയാളമാണ്. യേശുവിൻ്റെ അമ്മയായ മറിയം സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാതൃകയാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ ആവശ്യം ആദ്യം തിരിച്ചറിഞ്ഞ മറിയം ഇന്നും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്ന അമ്മയാണ്. അവളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും അവൾ തൻ്റെ പുത്രനായ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പരസ്പര സ്നേഹവും ഐക്യവും സമാധാനവും ഞങ്ങളുടെ വീടുകളിൽ നിറയട്ടെ എന്ന അഭ്യർത്ഥന കുടുംബജീവിതത്തിൻ്റെ ഹൃദയമാണ്. സ്നേഹമില്ലാതെ ഐക്യം നിലനിൽക്കില്ല. ഐക്യം ഇല്ലാതെ സമാധാനം ഉണ്ടാകില്ല. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ക്ഷമയും സഹിഷ്ണുതയും വിനയവും വളരുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം പിറക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കുടുംബ ഐക്യം ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമല്ല, നമ്മുടെ ദിവസേനയുള്ള പരിശ്രമത്തിലൂടെയും വളരുന്നു എന്നതാണ്. കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ വാക്കുതർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പലപ്പോഴും വലിയ പിളർപ്പുകളിലേക്ക് നയിക്കാം. അപ്പോൾ മറിയയുടെ ശാന്തമായ ഹൃദയത്തെ മാതൃകയാക്കി ക്ഷമിക്കാനും മനസ്സിലാക്കാനും നാം പഠിക്കണം. അവളെപ്പോലെ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ വിശ്വാസം വയ്ക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ ദൈവ സാന്നിധ്യം ശക്തമാകും. ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ക്ഷണമാണ്. കന്യകാമറിയയുടെ മാധ്യസ്ഥതയിലൂടെ സ്നേഹവും ഐക്യവും സമാധാനവും നിറഞ്ഞ വീടുകളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ ലോകത്തിനൊരു സാക്ഷ്യമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലമായി നിലനിൽക്കട്ടെ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.